അതെ കേൾക്കുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ട്, സ്ക്രീൻ കാണുന്നുണ്ടോ? ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു SPDF എന്താന്ന് പറഞ്ഞു. എല്ലിന്റെ വാല്യൂസ് ആണ് 0 എന്ന് പറയുമ്പോൾ എസിനെ ഡിനോട്ട് ചെയ്യും. എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ അത് P സബ്ഷെല്ലാണ്. എല്ലിന്റെ വാല്യൂ 2 ആണെങ്കിൽ അത് D സബ്ഷെല്ലാണ്. ഓക്കെ, ഇനി ഓരോ ഷെല്ലിലും പ്രിൻസിപ്പൽ ഷെല്ലിലുള്ള സബ് ഷെൽസ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ഷെല്ലിൽ എസ് മാത്രമാണ് ഉള്ളത്, കാരണം എല്ലിന്റെ വാല്യൂ 0 മാത്രമാണ്. സെക്കൻഡ് ഷെല്ലിൽ എല്ലിന്റെ വാല്യൂ 0 ഉണ്ട് 1 ഉണ്ട്. അപ്പോൾ എസും പിയും രണ്ട് സബ് ഷെൽസും ഉണ്ട് അല്ലേ. അതേപോലെ തേർഡ് ഷെല്ലിലേക്ക് പോകുമ്പോൾ എല്ലിന്റെ വാല്യൂ 0, 1, 2 ആണ്. അവിടെ എസ്, പി ആൻഡ് 3 സബ് ഷെൽസ് ഉണ്ടാവും. ഓക്കെ ഓക്കെ, പിന്നെ ഇത് എനർജി എങ്ങനെയാണ്? സബ് ഷെല്ലിന്റെ എനർജി ഒരു ഷെല്ലിൽ എഫ് ഗ്രേറ്റർ ദാൻ ഡി ഗ്രേറ്റർ ദാൻ പി ഗ്രേറ്റർ ദാൻ എസ്. കാരണം എൽ വാല്യൂ കൂടുതലാണല്ലോ എഫിന്, അതായത് എൽ വാല്യൂ കൂടുന്തോറും എനർജിയും കൂടും സെയിം ഷെല്ലിൽ. ഓക്കെ, ഇനി ആംഗുലർ മൊമെന്റം ഇലക്ട്രോൺ. ഇതാണ് ആംഗുലർ മൊമെന്റം ഓഫ് എൻ ഇലക്ട്രോൺ. h/2π √of L × L+1. ഇതാണ് എന്ത്? ആംഗുലർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഇൻ ഒരു സബ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ക്വാണ്ടം നമ്പർ ആണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എം. കണ്ടോ ഈ സ്മോൾ എം, സ്മോൾ എം മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഈ ക്വാണ്ടം നമ്പർ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ ക്വാണ്ടം നമ്പർ നമ്മൾ കോയിൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ലൈൻ സ്പെക്ട്ര ഒക്കെ നോക്കുമ്പോൾ സപ്പോസ് അത് മാഗ്നറ്റിക് ഫീൽഡിലായിരുന്നെങ്കിൽ, അതായത് നമ്മൾ സ്പെക്ട്ര സോഴ്സ് മാഗ്നറ്റിക് ഫീൽഡിലായിരുന്നെങ്കിൽ ഈ സ്പെക്ട്രൽ ലൈൻസ് വീണ്ടും സ്പ്ലിറ്റ് ആവും കുറച്ച് ലൈനുകളായിട്ട്. സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ്സ് ഇൻടു നമ്പർ ഓഫ് ലൈൻസ്. ഇതിനെ സീമാൻ എഫക്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഇലക്ട്രോൺ ജെംസിനെ ലൈൻ സ്പെക്ട്രത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ലൈൻ സ്പെക്ട്രത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇലക്ട്രോണിന്റെ എനർജി ലെവൽസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, electrons of a subshell can orient themselves in a certain preferred regions of space. അതായത് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സബ്ഷെല്ലിൽ തന്നെയുള്ള ഇലക്ട്രോൺസ് അവയ്ക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള വേറെ റീജിയൻസിൽ ഓറിയന്റ് ചെയ്യും. അതായത് സ്വയം ഒരു പ്രത്യേക രീതിയിൽ ആ സ്പേസിൽ യൂസ് ചെയ്യുന്നതിനെ നമ്മൾ ഓർബിറ്റൽസ് എന്ന് പറയാം. മനസ്സിലായോ എന്താണ് ഓർബിറ്റൽസ് എന്ന്? ഹലോ ഒന്നുകൂടെ പറയോ, സ്റ്റെക്ക് പറയാം. ഓർബിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്ഷെല്ലില് 1-2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ സബ്ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് സ്വയം ഒരു പ്രത്യേക രീതിയിൽ അവയ്ക്ക് പ്രിഫേർഡ് ആയിട്ടുള്ളൊരു റീജിയൺ ഓഫ് സ്പേസിൽ ഓറിയന്റ് ചെയ്യും. ആ സ്പേസിനെയാണ് നമ്മൾ ഓർബിറ്റൽസ് എന്ന് പറയാം. സബ്ഷെല്ലിന്റെ ഉള്ളിൽ തന്നെ വീണ്ടും സ്പ്ലിറ്റ് ആവുന്നത്. ഹലോ, ക്ലിയർ അല്ലേ? ഓക്കെ, അതായത് സബ്ഷെല്ലിനുള്ളിൽ വേറൊരു മാഗ്നറ്റിക്കിന്റെ ഒരു ഇതോ, അതായത് സബ്ഷെല്ലിൽ കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ ഇലക്ട്രോണിനെല്ലാം മാഗ്നറ്റിക് ഫീൽഡ് എഫക്ട് ചെയ്യുന്നത് വേറെ വേറെ ആയിരിക്കും. കാരണം ചാർജ് ബോഡിയാണ്, രണ്ടും തമ്മിലുള്ള റിപ്പൾഷൻ ഉണ്ടാവും, ന്യൂക്ലിയസിൽ നിന്നുള്ള അട്രാക്ഷൻ ഉണ്ടാവും, കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതനുസരിച്ച് ഇവര്
അവർക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പാത്ത് തിരഞ്ഞെടുക്കും. ഒരു ആ സബ്ഷെല്ലിനൊരു ഇതുണ്ടാവുമല്ലോ, ഒരു ഷേപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ. ആ ഷേപ്പിന്റെ ഉള്ളിൽ ഇവർക്ക് പറ്റിയ ഒരു ഷേപ്പ് കണ്ടുപിടിക്കും. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇനി മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പേഴ്സ് ഡിറ്റർമൈൻസ് എ നമ്പർ ഓഫ് പ്രിഫേർഡ് ഓറിയന്റേഷൻസ് ഓഫ് ദ ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ എ സബ്ഷെൽസ്. അപ്പോൾ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കുക എത്ര ഓറിയന്റേഷൻസ് ഉണ്ടാവുമെന്ന്. ഇലക്ട്രോൺസിന്റെ ഒരു സബ്ഷെല്ലിൽ തന്നെ എത്ര ഓറിയന്റേഷൻസ് ഉണ്ടാവുമെന്ന് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഓരോ ഓറിയന്റേഷനും ഓരോ ഓർബിറ്റലിനെ കറസ്പോണ്ട് ചെയ്യുന്നത് കൊണ്ട് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ ആണ് നമ്മളുടെ നമ്പർ ഓഫ് ഓർബിറ്റ്സിനെ ഡിറ്റർമൈൻ ചെയ്യുക. അപ്പൊ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ അറിയെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഓർബിറ്റൽസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോ ഇനി സബ്ഷെല്ലിലെ എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എങ്ങനെയാ? -L to +L. മനസ്സിലായോ? ഹലോ? -L to +L. 0 ഉണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ. ഇനി നമുക്ക് നോക്കാം ഓരോ സബ്ഷെല്ലും. എസ് സബ്ഷെൽ എന്ന് പറയുമ്പോൾ എല്ലിന്റെ വാല്യൂ എത്രയാണ്? 0. അപ്പൊ -L എത്രയാ? 0. +L എത്രയാ? 0. ഹലോ? എസ് സബ്ഷെൽ എന്ന് പറയുമ്പോ അവിടെ എല്ലിന്റെ വാല്യൂ എന്താണ്? 0. അപ്പൊ എമ്മിന്റെ വാല്യൂ എന്തായിരിക്കും? അപ്പോ എമ്മിന്റെ വാല്യൂ 0 ആയിരിക്കും. 0. ഓക്കെ. കാരണം -L-ഉം +L-ഉം 0 ഒക്കെ 0 ആണ്. ഇനി പി എന്ന് പറയുമ്പോൾ L = 1. അപ്പോ എന്തായിരിക്കും? -L to +L അല്ലേ? അപ്പോ -L എന്താ? -1. പിന്നെ അടുത്ത നമ്പർ 0, പിന്നെ +L 1. ഓക്കെ. അപ്പൊ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? -1, 0, 1. അപ്പൊ 3 ഓർബിറ്റൽ അല്ലേ? അപ്പൊ ഈ സബ്ഷെല്ലില് എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 3. ഇനി ഡി എന്ന് പറഞ്ഞാൽ L = 2. അപ്പൊ എന്തൊക്കെയായിരിക്കും? -2 എന്താ? -2, -1, 0, 1, 2. 0 ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്രയുണ്ട്? 5. ഓക്കെ. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ മതി. ഇനി വാല്യൂ ഓഫ് എം. എസ്സിൽ പിന്നെ ആകെ എസ് മാത്രമല്ലേ ഉള്ളൂ, ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ എസ്. ഇനി പിന്റെ കാര്യത്തില് വാല്യൂ 0 ആകുമ്പോ ആ ഓർബിറ്റലിനെ നമ്മൾ PX എന്ന് വിളിക്കും. അതേപോലെ വാല്യൂ +1 ആണ്, M+1 ആണെങ്കിൽ അതിനെ PY എന്ന് വിളിക്കും. അതേപോലെ M-1 ആണെങ്കിൽ PZ എന്നും വിളിക്കും. ഓക്കെ. ഇനി ഡി ഓർബിറ്റൽസിന്റെ കാര്യമാണെങ്കിൽ 0ക്ക് dz², +1ന് dxz, -1ന് dyz, m = 2-നാണെങ്കിൽ dx² - y², -2-നാണെങ്കിൽ xy. അപ്പൊ ബാക്കിയുള്ള എന്ത്? ബാക്കിയുള്ള ഓർബിറ്റൽസ്? ബാക്കിയുള്ള ഓർബിറ്റൽസ് ഇല്ലല്ലോ. പിയിലാകെ 3 ഓർബിറ്റൽസ് അല്ലേ ഉള്ളൂ. -1, 0, +1. അതേപോലെ ഡിയിൽ 5 ഓർബിറ്റൽസ് അല്ലേ ഉള്ളൂ. -2, -1, 0, 1, 2. എഫിന്റെ കാര്യം ഇപ്പൊ നോക്കണ്ട, എഫ് നിങ്ങളുടെ സിലബസിൽ ഇല്ല. ഓക്കെ. ഇനി ഓർബിറ്റൽസിനെല്ലാം സെയിം എനർജിയാണ്. മനസ്സിലായോ? ഓർബിറ്റൽ അതായത് ഡി z², xz, yz, x² - y², xy ഇതിനൊക്കെ ഒരേ എനർജിയാണ്. കാരണം എനർജി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക?
എനർജി ഡിപ്പെൻഡ് ചെയ്യുക എൻ ആൻഡ് എല്ലിനെയാണ്. മനസ്സിലായോ? ഹലോ 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 എനർജി ഡിപ്പെൻഡ് ചെയ്യുക എന്നിനെയും എല്ലിനെയാണ്. അതുകൊണ്ട് ഒരു സബ്ഷെല്ലിലെ എല്ലാ ഓർബിറ്റലിന്റെ എനർജി സെയിം ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറയും. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ അതായത് പി എക്സിന്റെയും പി വൈയുടെയും പി സെറ്റിന്റെ ഒക്കെ എനർജി സെയിം ആയിരിക്കും ഡിന്റെയും. അപ്പൊ നമുക്ക് പറയാം ഹൈഡ്രജൻ ആറ്റത്തിന്റെ, ഇത് ഹൈഡ്രജൻ ആറ്റത്തിന്റെയാണ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ നോക്കണ്ട, നമുക്കറിയാം മൾട്ടി ഇലക്ട്രോൺ ആറ്റത്തിന്റെ കാര്യമാണെങ്കിൽ എനർജി ഓഫ് ദ ഓർബിറ്റൽസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. മനസ്സിലായോ? അതായത് 2s ഓർബിറ്റലിന്റെ, ഹൈഡ്രജന്റെ 2s ഓർബിറ്റലിന്റെ എനർജി ആയിരിക്കില്ല ലിഥിയത്തിന്റെ 2s ഓർബിറ്റൽ. എന്തുകൊണ്ടാ അത്? ഹലോ 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 കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോണിനെയൊക്കെ അത് കുറച്ചുകൂടി ഉള്ളിലേക്ക് വലിക്കും അല്ലെ? അപ്പോൾ എനർജി കുറയും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ന്യൂക്ലിയർ ചാർജ് കൂടുന്തോറും ആ ആറ്റത്തിന്റെ ഓർബിറ്റൽസിന്റെ എനർജി കുറയും. അതായത് ഇപ്പൊ ഇവിടെ സെയിം ഓർബിറ്റൽ അല്ലേ, 2s അല്ലേ എല്ലാത്തിനും എടുത്തിരിക്കുന്നത്. അപ്പൊ 2sന്റെ പൊട്ടാസ്യത്തിന് ഇതില് ന്യൂക്ലിയർ ചാർജ് ഏറ്റവും കൂടുതലായതുകൊണ്ട് പൊട്ടാസ്യത്തിന് ഏറ്റവും കുറവായിരിക്കും. അത് സോഡിയത്തിനേക്കാളും കുറവായിരിക്കും. സോഡിയത്തിന്റെ ദ്വിതീയത്തിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി ഏതിന്റെ ഓർബിറ്റലിനായിരിക്കും? ഹൈഡ്രജന്റെ. കാരണം അതിന് ഏറ്റവും കുറവ് ന്യൂക്ലിയർ ചാർജ് ആണ്. ഓക്കെ, ഇനി ടോട്ടൽ പോസിബിൾ വാല്യൂസ് ഓഫ് എം. എം എത്രയായിരിക്കും? 12+1. കാരണം എന്താ? -L 0 to L അല്ലേ? അപ്പോ ഇവിടെ ഒരു L ഉണ്ട്, -L to 0, പിന്നെ 0 ഉണ്ട്, പിന്നെ 0 to L ഒരു L ഉണ്ട്. അപ്പോ 2L പ്ലസ് ഈ 0 വരെ 1, അപ്പൊ 2L+1. ഓക്കെ, ഇനി അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ഗിവൻ ഷെൽ എത്രയാണ്? ഒരു ഷെല്ലിൽ എത്രയുണ്ടാവും? n². ആ വാല്യൂ എങ്ങനെയാ വരുന്നത്? n² എന്ന് പറയുമ്പോൾ ഇവിടെ 12+1 ഒരു സബ് ഷെല്ലിനുണ്ട്. ഇനി സബ് ഷെല്ലിൽ ഉണ്ട് എത്രയാ? n-1 അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്തത് കോണ്ടന്റ് നമ്പർ, അതായത് കുറച്ച് കഴിഞ്ഞിട്ട് ഈ 3 കോണ്ടന്റ് നമ്പർ ആണ് ആദ്യം പ്രപ്പോസ് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ ഷ്രോഡിഞ്ചറിന്റെ ഇലക്ട്രോൺ വേവ് ഇക്വേഷനിൽ നിന്ന് വന്നത്. അതിനുശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു കോണ്ടന്റ് നമ്പർ ആണ് സ്പിൻ കോണ്ടന്റ് നമ്പർ. അപ്പൊ സ്പിൻ കോണ്ടന്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങുക മാത്രമല്ല, ഇലക്ട്രോൺ സ്വയം ഇങ്ങനെ കറങ്ങുന്നുണ്ട്. നമ്മുടെ ഭൂമി കറങ്ങുന്നില്ലേ? ഭൂമി സ്വയം കറങ്ങുന്നില്ലേ? ഭ്രമണം, എന്താ പറയാ, ഭ്രമണം എന്നല്ലേ പറയാ ഭൂമി സ്വയം കറങ്ങുന്നതിന്? ഭൂമി സ്വയം കറങ്ങുന്നോണ്ടാണ് നമുക്ക്
ഡേയും നൈറ്റും ഒക്കെ മാറി വരുന്നത് അല്ലേ? അപ്പോൾ അതേപോലെ ഇലക്ട്രോണും സ്വയം കറങ്ങുന്നുണ്ട്, സ്പിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് തരത്തിൽ അതിന് സ്പിൻ ചെയ്യാം. ഒന്ന് ക്ലോക്ക് വൈസ്, മറ്റൊന്ന് ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എസിന് രണ്ട് വാല്യൂസ് ഉണ്ട്, ഒന്ന് പ്ലസ് ഹാഫും മറ്റൊന്ന് മൈനസ് ഹാഫും. ഓക്കെ, അപ്പൊ ഈ സ്പിന്നാണ് നമ്മളുടെ വസ്തുക്കളുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിസത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിസത്തിനെ എന്താ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം, ഒരു ഓർബിറ്റലിൽ നമുക്ക് മാക്സിമം രണ്ട് ഇലക്ട്രോണിനെയാണ് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുക ഒരു ഒരു ഓർബിറ്റലിൽ കേട്ടോ. അപ്പോൾ എസ് സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽ ഉണ്ട്? ഒന്ന്. അപ്പോൾ രണ്ട് ഇലക്ട്രോൺ അല്ലേ? പിന്നെ പി സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? ഹലോ ഒന്നുകൂടെ പറയോ? പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? രണ്ടോ? 4 അല്ലേ? പിയുടെ എം വാല്യൂ എത്രയാണ്? പിയുടെ എൽ വാല്യൂ എത്രയാ? 1. അപ്പൊ എം വാല്യൂ എത്രയാണ്? 1. എങ്ങനെ 1 ആവാ? അല്ല 1 അല്ല. എം എന്ന് പറഞ്ഞാൽ എന്താ? 12+1 അല്ലേ? 1 0 1 0 1 പിന്നെ -1. അപ്പൊ 3 അല്ലേ? അപ്പൊ 3 ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോ 3 × 2 6 ഇലക്ട്രോൺസ് വരെ മാക്സിമം വരാം. ഓക്കെ, ഡി സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 1 പറയൂ. 5. 5. അപ്പോ 5 × 2 10 അല്ലേ? അതേപോലെ എഫിന്റെ കാര്യമാകുമ്പോൾ 7 ഉണ്ടാവും. 7 × 2 14. ഇനി നമുക്ക് ഷേപ്പ് എങ്ങനെയാണ്, ഓരോ ഓർബിറ്റലിന്റെ ഷേപ്പ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ എസ് ഓർബിറ്റലിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ നോൺ ഡയറക്ഷണൽ, അതേപോലെ സ്പെരിക്കലി സിമെട്രിക്കലാണ്, അതായത് ഒരു സ്പിയർ പോലെയാണ്. ഇപ്പൊ സ്ഫിയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ന്യൂക്ലിയസിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലും ഒരു ഗിവൺ ഡിസ്റ്റൻസിൽ ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി സെയിം ആയിരിക്കും അല്ലേ? ഓക്കെ, 1s ഓർബിറ്റലും 2s ഓർബിറ്റലും സെയിം ഷേപ്പ് ആണെങ്കിലും 2s ഓർബിറ്റൽ വലുതായതുകൊണ്ട് അതിന് എന്ത് വലുതായിരിക്കും? റേഡിയസ് വലുതായിരിക്കും. ഓക്കെ, ഇനി 2s ഓർബിറ്റലിൽ ഒരു സ്പെരിക്കൽ ഷെൽ ഉണ്ട്. അവിടെ ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാവുന്ന ഡെൻസിറ്റി 0 ആയിരിക്കും 2s ഓർബിറ്റലിന്റെ ഉള്ളിൽ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? നോഡ് എന്ന് പറയാ. അതായത് ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാനുള്ള ഡെൻസിറ്റി 0 ആവുന്ന സ്ഥലങ്ങളെ നോഡ് എന്ന് പറയും. അതായത് അവിടെ ഇലക്ട്രോൺ ഒരിക്കലും പോവില്ല. കാരണം അവിടെ എന്തായിരിക്കും? അവിടെ ഈ നമ്മളുടെ റിപ്പൾഷനും അട്രാക്ഷൻ എല്ലാം കൂടി കുറച്ച് ഭാഗങ്ങളിൽ ഇലക്ട്രോൺ ഒരിക്കലും പോവില്ല. ഓക്കെ, പിന്നെ അസിമോത്തൽ കോണ്ടന്റ് നമ്പർ 0 അല്ലേ? അതുകൊണ്ട് എമ്മിന്റെ വാല്യൂ 0. അപ്പൊ എം ആണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യാ? ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യാം. ഓക്കെ, അപ്പോ ഇതാണ് ഷേപ്പ്, ഒരു വട്ടമായിരിക്കും. ഇനി പി ഓർബിറ്റലിന്റെ കാര്യം നോക്കുമ്പോൾ കൺസിസ്റ്റ് ഓഫ് 2 lobes present on either side of the plane. ഇവിടെ നോക്കാം നമുക്ക്. ഇവിടെ കണ്ടോ 2 ലോബ്സ് കണ്ടോ?
അപ്പൊ പി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ് ആക്സിസിൽ കൂടെ കടന്നു പോകും. പി വൈ എന്ന് പറയുമ്പോൾ വൈ ആക്സിസിലൂടെ കടന്നു പോകും. ഓക്കെ. പി സെഡ് എന്ന് പറയുമ്പോൾ സെഡ് ആക്സിസിലൂടെ കടന്നു പോകും. ഓക്കെ. അപ്പൊ രണ്ട് സൈഡിലും എന്തായിരിക്കും? ലോബ്സ് ആയിരിക്കും. ഡംബൽ ഷേപ്ഡ് ആണ്. ഇതിന് ഡംബൽ ഷേപ്പ് എന്ന് പറയും. ഓക്കെ. ഇതൊക്കെ സ്വയം 90 ഡിഗ്രി ആയിരിക്കും. കണ്ടോ, ഓരോ ആക്സിസും 90 ഡിഗ്രി അല്ലേ? എക്സും വൈയും പെർപെൻഡിക്കുലർ ആണല്ലോ. അതേപോലെ ഇസഡും. പിന്നെ n=1 പി ഇല്ല, കാരണം അവിടെ എൽ എന്താണ്? 0 മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ തൊട്ട് എന്തുണ്ട്? പി ഉണ്ട്. ഇനി ഈ 3 ഓർബിറ്റൽസിന്റെയും നമ്മൾ മാഗ്നറ്റിക് ഫീൽഡോ അതൊന്നും ഇല്ലെങ്കിൽ സെയിം എന്തായിരിക്കും? എല്ലാ പി ഓർബിറ്റലിനും സെയിം എനർജി ആയിരിക്കും അല്ലേ? അതേപോലെ മെയിൻ ഷെല്ല് n കൂടുന്നതനുസരിച്ച് ഇതിന്റെ ഷേപ്പും കൂടും. ഓക്കെ. ഇനി അടുത്ത നമ്മൾ എന്തിന്റെ നോക്കാം? ഡി ഓർബിറ്റലിന്റെ ഷേപ്പ് നോക്കാം. പി ഓർബിറ്റൽ നമ്മൾ പറഞ്ഞു. ഡി ഓർബിറ്റലിന്റെ എന്തൊക്കെയാണ്? ഡി എക്സ് വൈ, ഡി വൈ സെഡ്, ഡി സെഡ്, ഡി എക്സ് സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ, പിന്നെ ഡി സെഡ് സ്ക്വയർ അല്ലേ? അപ്പോൾ ഈ ഡി സെഡ് സ്ക്വയർ ഒഴിച്ച് ബാക്കി 4 എണ്ണവും ഒരു 4 ലീഫ് ക്ലോവർ പോലെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഡിയുടെ കാര്യം പറഞ്ഞില്ലേ, സോറി പിയുടെ കാര്യം പറഞ്ഞില്ലേ, പി ഇങ്ങനെ ഒരു ഡംബലായിരുന്നില്ലേ? ഇങ്ങനെ ഒരു ഡംബലായിരുന്നു. ഇവിടെ ഡബിൾ ഡംബലാണ്. അപ്പൊ എക്സ് വൈ എന്ന് പറയുമ്പോൾ ഈ എക്സ് വൈ പ്ലെയിനിലാണ് എന്ത്? ഈ ഡബിൾ ഡംബൽസ്. ഡി വൈ സെഡ് എന്ന് പറയുമ്പോൾ വൈ സെഡ് പ്ലെയിനിലാണ്. ഡി എക്സ് സെഡ് എന്ന് പറയുമ്പോൾ എക്സ് സെഡ് പ്ലെയിനിലാണ്. ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? ഒന്ന് എക്സ് ആക്സിസിലൂടെയും, കണ്ടോ? ഹലോ, ഒന്ന് എക്സ് ആക്സിസിലൂടെയും ഒരെണ്ണം വൈ ആക്സിസിലൂടെയും. ഓക്കെ. ഇനി അടുത്ത ഡി സെഡ് സ്ക്വയർ എന്ന് പറയുന്ന ഓർബിറ്റലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒരു ഡംബല് സെഡിലൂടെ ഇങ്ങനെ കടന്നു പോകും. പിന്നെ ഇവിടെ ഈ എക്സ് വൈ ആക്സിസിൽ, സോറി എക്സ് വൈ പ്ലെയിനിൽ ഒരു ഇങ്ങനെ വട്ടത്തിലുള്ളൊരു പാർട്ടും ഉണ്ടാവും. അപ്പൊ ആലോചിക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ സ്ട്രക്ചറൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് അല്ലേ? ഈ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഇലക്ട്രോൺ ഉണ്ടാവുന്ന ഏരിയ അല്ലേ? നമ്മൾ നേരത്തെ കണ്ടു, ഇങ്ങനെ ഒരു കാര്യം പഠിച്ചു അല്ലേ? ഇതെന്താണ്? പ്രോബബിലിറ്റി ഡെൻസിറ്റി. അപ്പൊ ഇതെന്താ പറയാ നമ്മളോട്? ഇലക്ട്രോൺ ഒരു പൊസിഷനിൽ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി. നമ്മൾ പറഞ്ഞു ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഏറ്റവും കൂടുതൽ, ഒരു ഗിവൻ എനർജിയുള്ള ഇലക്ട്രോൺ ഏറ്റവും കൂടുതൽ ഉണ്ടാകാനുള്ള, ഏറ്റവും കൂടുതൽ അവിടെ ഏറ്റവും പ്രോബബിലിറ്റി ഉണ്ടാവാനുള്ള സ്ഥലങ്ങളാണ്, റീജിയൻസ് ആണ് 3D സ്പേസിലെ. 90 ഡിഗ്രി എബോവ് വേണം അല്ലേ? സോറി 90% എബോവ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓരോ NLM, അതെല്ലാം ഓർബിറ്റൽ, ഒരു ഓർബിറ്റൽ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് 3 വാല്യൂസ് വേണം. ഒന്ന് n ഷെല്ലിന്റെ, പിന്നൊന്ന് സബ് ഷെല്ല്, പിന്നൊന്ന് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ ഓർബിറ്റൽ. അപ്പോൾ ഈ NLM വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു റീജിയൻ എടുക്കും. ഇപ്പോ A to B എന്ന് വിചാരിക്കാം. A to B യിൽ 5 NLM ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹലോ, ഇന്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ടോ? ഹലോ, ഹലോ, ഇന്റഗ്രേഷൻ ഒക്കെ പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങളെ? ഇല്ല അല്ലേ?
ഹലോ ഇന്റഗ്രേഷൻ ഒക്കെ എന്ത് നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക്? കേട്ടിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പൊ 5 സ്ക്വയർ വെച്ചിട്ട്, അതായത് നമ്മൾ ഈ 5 ഇവിടെ 5 NLM നമ്മൾക്ക് ഏത് ഓർബിറ്റലാണ്, ഏത് N, ഏത് L, ഏത് M, അത് നമ്മൾ കൊടുത്തിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കും. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഈ വാല്യൂ 90% വരുന്ന പൊസിഷൻസ് ഇല്ലേ, പോയിന്റ്സ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഓരോ പോയിന്റിനും കണ്ടുപിടിക്കുമല്ലോ. അപ്പോൾ ആ പോയിന്റ്സ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യും. കാരണം അവിടെയാണ് അതാണ് ഓർബിറ്റൽ അല്ലേ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഷേപ്പാണിത്. അപ്പൊ DXY എന്ന് പറഞ്ഞാൽ എന്താണ്? N എത്രയാ ഡിയുടെ? ഏറ്റവും കുറഞ്ഞ ഡിയുടെ N എത്രയാ? ഹലോ, അല്ല വേണ്ട, XYയുടെ M എത്രയാ? നമുക്ക് നോക്കാം, അവിടെ ടേബിൾ നമ്മൾ നോക്കിയിട്ടുണ്ടായി. DXY എന്ന് പറയുമ്പോൾ M = -2 അല്ലേ? DXY DXY M -2. അപ്പോ L എന്തായിരിക്കും? ഡിയുടെ L എന്താണ്? ഹലോ ഹലോ അഫ്ന കേൾക്കുന്നുണ്ടോ? ഹലോ ഡി എന്ന ഓർബിറ്റലിന്റെ അല്ലെങ്കിൽ ഡി എന്ന സബ്ഷെല്ലിന്റെ L എന്താണ്? 5 അല്ലേനോ? L ആണ് ചോദിക്കുന്നത്. L അസിമോത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ. ത്രീ അല്ല, 2. 2 ആണ്. ഓക്കെ, അപ്പോ N എത്രയായിരിക്കും? ഏറ്റവും കുറഞ്ഞ N വാല്യൂ L = 2 ആണെങ്കിൽ 0 ആണോ? അല്ല, 0 ആവില്ലല്ലോ ഒരിക്കലും. N 1 1 ആവോ? L 2 ആണെങ്കിൽ N എത്രയാവാ? അതായത് L = N-1 അല്ലേ? അപ്പൊ N = എന്താണ്? L+1 അല്ലേ? അപ്പൊ 2 + 1 എത്ര? 3 അല്ലേ? ഹലോ ഇനി അപ്പൊ നമുക്ക് എഴുതാം, ഈ DXY ഓർബിറ്റലിന്റെ നമ്മൾക്ക് N = 3, L = 2, M = എന്താ? -2. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് സ്ക്വയർ ചെയ്ത് ഓരോ പോയിന്റ് നോക്കുമ്പോഴാണ് ഈ ഡയഗ്രാം കിട്ടുന്നത്, നമുക്ക് 3D ഡയഗ്രാം കിട്ടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നിന്റെയും ഷേപ്പ് കണ്ടുപിടിച്ചത്. ഓക്കെ, 90% മേലെയുള്ള എല്ലാം നമ്മൾ എടുക്കും. ഇനി അടുത്തത് നോഡ്. ഞാൻ പറഞ്ഞു എന്താണെന്ന്. എന്താണ് നോഡ്? അവിടെ ഇലക്ട്രോൺ ഒരിക്കലും ഉണ്ടാവില്ല അല്ലെ? അപ്പൊ നമ്മൾ 1s നോഡില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു ഒറ്റ സ്ഫിയർ ആണ്, അതിൻ്റെ ഉള്ളിൽ അവിടെ നോഡ് ഉണ്ടാവില്ല. 2s എന്ന് പറയുമ്പോൾ എന്താവും? 1sനും 2sനും ഇടയ്ക്ക് ഒരു ഏരിയ ഉണ്ടാവില്ലേ? അതായത് 1s ഇലക്ട്രോണും 2s ഇലക്ട്രോണും തമ്മിൽ ഒരു റിപ്പൾഷൻ കാരണം ഇതിന്റെ ഇടയിൽ ഇലക്ട്രോണിന് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ഒരു നോഡാണ്. അപ്പൊ 2s ഒരു നോഡ് ഉണ്ട്. 3s നോക്കിയേ, 1s-ഉം 2s-ഉം ഇടയിലുള്ള ഒരെണ്ണുണ്ട്, പിന്നെ 2s-ഉം 3s-ഉം ഇടയിലുള്ള ഒരെണ്ണുണ്ട് അല്ലെ? രണ്ട് ഈ വൈറ്റ് ലൈൻസ് കണ്ടോ? അവിടെ ഇലക്ട്രോണിന് വരാൻ പറ്റില്ല. റെഡ് പാർട്ടിലാണ് ഇലക്ട്രോൺ നിൽക്കുന്നത്. അപ്പോ 2 നോഡ്സ് ഉണ്ട് അല്ലെ? ഓക്കെ,
ഇതിനെയാണ് നോഡ് എന്ന് പറയും. ഇതിനെ നമ്മൾ റേഡിയൽ അല്ലെങ്കിൽ സ്പെരിക്കൽ നോഡ് എന്ന് പറയും. ഓക്കെ, ഇതിനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? റേഡിയൽ നോഡ്സ് n മൈനസ് എൽ മൈനസ് 1. കണ്ടോ, ഇതാണ് ഫോർമുല. n മൈനസ് എൽ മൈനസ്. അപ്പോൾ 1s നോക്കിയേ, 1s n എത്രയാ? 1 അല്ലേ? എസിന്റെ എൽ വാല്യൂ എത്രയാ? 0 അല്ലേ? -1 എത്രയാ? 0. അപ്പൊ 1s 0, നോഡൊന്നുമില്ല. 2s കാര്യം വരുമ്പോ n എത്രയാ? 2. s എത്രയാ? 0. s എൽ പിന്നെ -1 1. ഇവിടെ 1 n അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു രണ്ടാമത്തെ ടൈപ്പ് ഓഫ് നോഡ് എന്ന് പറഞ്ഞാൽ പ്ലാനാർ അല്ലെങ്കിൽ ആംഗുലർ നോഡ്. അതായത് ഈ ഒരു ഇത് എന്താ, ന്യൂക്ലിയസിൽ കൂടെ കട്ട് ചെയ്യുന്ന പ്ലെയിൻസ്, അവിടെ ഒരിക്കലും ഇലക്ട്രോണിന് കടക്കാൻ പറ്റില്ല അല്ലേ? ഓക്കെ, കാരണം അത് കറക്റ്റ് ഈ മറ്റേ ന്യൂക്ലിയസിന്റെ 2 സൈഡിലും പോകുന്ന ഇലക്ട്രോൺസിന്റെ കറക്റ്റ് നടുക്കായിട്ടാണ് ഏതാണ്ട് വരിക. അപ്പോ ആ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ അനുഭവപ്പെടാം. അപ്പോ they are the planes cutting through the nucleus on which probability of finding the electron is 0. അപ്പൊ നമ്പർ ഓഫ് ആംഗുലർ നോഡ്സ് എത്രയാണ്? L. അപ്പൊ എസ് എന്ന ഓർബിറ്റലില് എന്താണ്? ആംഗുലർ നോഡ്സ് ഇല്ല. കാരണം അത് 2 സൈഡിലല്ലല്ലോ ഒരിക്കലും. കണ്ടോ, സ്ഫിയർ അല്ലേ? പക്ഷെ നമ്മൾ പിയിലേക്കൊക്കെ വരുമ്പോ അത് 2 സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ഇവിടെ കണ്ടോ, ഡിയില് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? അപ്പൊ ഈ വൈയിൽ ഒരിക്കലും ഇലക്ട്രോൺ വരില്ലല്ലോ അല്ലേ? ഹലോ, ഈ ആക്സിസിൽ ഒരിക്കലും ഇലക്ട്രോൺ വരില്ല. ഇങ്ങനെ ഒരു പ്ലെയിനിൽ, ഇപ്പൊ ഈ ഒരു പ്ലെയിനിൽ YZ പ്ലെയിനിൽ ഒരിക്കലും ഇലക്ട്രോൺ ഉണ്ടാവില്ല. അതാണ് നമ്മളുടെ പ്ലാനാർ നോഡ്. അപ്പൊ L എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് എത്രയാണ്? മറ്റേതുണ്ട് എന്ത്, n മൈനസ് എൽ മൈനസ് 1 ഉണ്ട് അല്ലേ? പ്ലസ് L. അപ്പൊ എന്ത് കിട്ടും? n മൈനസ് 1. ഓക്കെ, ഇനി ഓക്കെ, ഇപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് നിർത്താം. ഇനിയുള്ള പോർഷൻസ് ഒരു വേറെ ഇതിന് കുറച്ച് വ്യത്യസ്തമായ ടോപ്പിക്കാണ്. പിന്നെ ഇന്നുവരെ പഠിച്ചതൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് പഠിച്ചതില്? ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞു. പ്ലാനാർ അല്ലെങ്കിൽ ആംഗുലർ. ഓക്കെ, പ്ലാനാർ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നോഡ് എന്ന് വെച്ചാല് എന്താ, ഇലക്ട്രോൺ അവിടെ വരാനുള്ള പ്രോബബിലിറ്റി 0 ആണ്. അതായത് ഇലക്ട്രോൺ ഒരിക്കലും അവിടെ പോവില്ല അല്ലെ? അപ്പൊ ഇത് നോക്കിയേ, ഇത് 2 സൈഡിലും ഇങ്ങനെയല്ലേ? അതായത് ഇത് ന്യൂക്ലിയസ് സെന്ററിൽ. അപ്പോ ഈ 2ന്റെ ഇടയിലുള്ള ഈ പോർഷനിൽ ഒരിക്കലും ഇലക്ട്രോൺ വരില്ലല്ലോ, കാരണം റിപ്പൾഷൻ ഇല്ലേ അവിടെ? റിപ്പൾഷൻ എന്ന് വെച്ചാല് വികർഷണം. ഓക്കെ, അപ്പോ ഈ Y എന്ന ഈ ലൈൻ കണ്ടോ, ഇതൊരു ആക്സിസ് ആണ്. അപ്പൊ ഈ ആക്സിസിൽ ഒരിക്കലും ഇലക്ട്രോണിന് വരാൻ പറ്റില്ല. അപ്പൊ ഈ ലൈൻ മാത്രമല്ല, ഇതൊരു 3D ഒബ്ജക്റ്റ്, ഇതൊരു 3D സ്പേസ് ആയതുകൊണ്ട് ഒരു പ്ലെയിൻ ഉണ്ടാവും ഇങ്ങനെ, YZ. ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ, സെഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ YZ പ്ലെയിനില് ഇലക്ട്രോണിന് വരാൻ പറ്റില്ല. അപ്പൊ അത് ഒരു പ്ലാനാർ നോഡാണ്. ഓക്കെ, ഇവിടെ കണ്ടോ, ഇവിടെ YZ പ്ലെയിൻ കണ്ടോ, PXലൂടെ അല്ല കടന്നു വന്നു. അപ്പൊ YZ ലൈന് വരാൻ പറ്റില്ല. അപ്പൊ അതിനെ YZ നോഡൽ പ്ലെയിൻ എന്ന് പറയും. നോഡൽ പ്ലെയിന്റെ എണ്ണം L ആണ്. L എത്രയാണ്? അതാണ്. അപ്പോ ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് എന്തായിരിക്കും? n മൈനസ് എൽ മൈനസ് 1 എന്താണ്? റേഡിയൽ നോഡ് അല്ലെ? പിന്നെ പ്ലസ് പ്ലാനാർ നോഡ് L. അപ്പോ n മൈനസ് 1 ടോട്ടൽ. മനസ്സിലായോ ആംഗുലർ അല്ലെങ്കിൽ പ്ലാനാർ നോഡ് എന്താന്ന്? ഓക്കെ, പിന്നെന്താ ഡൗട്ട്? ഓക്കെ, അപ്പൊ ഈ പോർഷൻസ് ഒന്നുകൂടി നോക്കുക, ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നോട്ട്സ് തയ്യാറാക്കുക. എന്നിട്ട് അടുത്ത നോട്ട്സ് തയ്യാറാക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ അടുത്ത ക്ലാസ്സിലേക്കുള്ള പോർഷൻസ് ഒന്ന് വായിച്ചു വരാം. ഫില്ലിംഗ് ഓഫ് ഓർബിറ്റൽസ് ഓഫ് പ്രിൻസിപ്പിൾ, അതൊക്കെ.
ഓക്കെ. ആ